10th സ്റ്റാൻഡേർഡ് ന്യൂ ടെക്സ്റ്റ് ബുക്ക് ജോഗ്രഫി വെതർ ആൻഡ് ക്ലൈമറ്റ് ദിനാന്തരീക്ഷസ്ഥിതിയും കാലാവസ്ഥയും. വർഷണം അഥവാ പ്രസിപ്പിറ്റേഷൻ തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലുപ്പം കൂടി വരുന്നു. ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലുപ്പമാർജിക്കുന്നതോടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഇതിനെ വർഷണം എന്ന് വിളിക്കുന്നു. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ അഥവാ റെയിൻഫോൾ, മഞ്ഞുവീഴ്ച അഥവാ സ്നോഫോൾ, ആലിപ്പഴ വീഴ്ച അഥവാ ഹെയിൽസ്റ്റോൺസ് എന്നിവ. ജലത്തുള്ളികളായി നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായ വർഷണരൂപമാണ് മഴ. ശൈത്യകാലാവസ്ഥാ പ്രദേശങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലെ ശൈത്യകാലത്തും അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായതിനാൽ വർഷണം നേർത്ത ഹിമപരലുകളുടെ രൂപത്തിലാണ് ഉണ്ടാകുക. ഇതാണ് മഞ്ഞുവീഴ്ച അഥവാ സ്നോഫോൾ. മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ വച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നു. ഇതാണ് ആലിപ്പഴ വീഴ്ച.